ഹായ് നമസ്കാരം. ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഡെയിലി റീഡിങ് ഇട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു റീഡിങ് എടുക്കാം. ഈ ആഴ്ച നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, എങ്ങനെയാണത് പോകുന്നത്, ഈ ആഴ്ച നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് നോക്കാം. ആ ഒരു റീഡിങ് നമുക്കിന്ന് എടുക്കാം. എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി എനിക്കിവിടെ ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പം അതിനനുസരിച്ച് കറക്റ്റായിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് തരാൻ സാധിക്കും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, മെസ്സേജ് ചെയ്താലും മതി. നമുക്ക് കാർഡ് സെലക്ട് ചെയ്യാം. ഇത്രയും കാർഡ്സ് എടുത്തിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്ന ഏസ് ഓഫ് സോഴ്സ് ആണ്. പുതിയൊരു തുടക്കമാണ്. നിങ്ങൾ ഇതുവരെയുള്ളൊരു രീതിയിൽ നിന്ന് മാറി നിങ്ങൾ പുതിയ രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ഈ റിലേഷൻ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അവരും നിങ്ങളും. ഇപ്പം ബാക്കി കാർഡ്സ് നോക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ടു ഓഫ് സോഴ്സ്, ദ മജീഷ്യൻ, Knight of Wands, Eight of Cups, Seven of Pentacles, Eight of Pentacles, Three of Swords, Ten of Wands, Moon, Queen of Cups, Five of Cups. ഇത്രയും കാർഡ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പം നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഭയങ്കര വിഷമത്തിലിരിക്കുന്നു. അവർക്ക് എങ്ങനെ ഇനി ഇത് ഒന്നേന്നും പറഞ്ഞ് തുടങ്ങാമെന്നുള്ള ഒരു ആലോചനയിൽ അവരിയ്ക്കുകയാണ്. അവർക്കിപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലായി തുടങ്ങിയത്. നിങ്ങൾ മാറി നിന്നപ്പം നിങ്ങളെ നഷ്ടപ്പെട്ടപ്പോഴാണ് അവർ നിങ്ങൾ എത്ര പ്രീഷ്യസ് ആയിരുന്നുള്ളത് മനസ്സിലായി തുടങ്ങിയത്. ഇപ്പോൾ ടു സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അത് നിങ്ങളെക്കാട്ടിൽ പ്രയോറിറ്റി വേറെ എന്തിനോ കൊടുത്ത ആൾ അവർ അതിൽ ശ്രദ്ധിച്ച് നിങ്ങളെ മൈൻഡ് ചെയ്യാതിരുന്ന സമയത്തായിരിക്കണം നിങ്ങൾ ബ്രേക്കപ്പ് ആയതോ ഇല്ല നിങ്ങളിപ്പോൾ ഇങ്ങനെ ലെസ് കോണ്ടാക്റ്റ് ഒക്കെ അയക്കുന്നത്. അപ്പോൾ അവർക്കിപ്പം മനസ്സിലായി നിങ്ങൾ എത്ര പ്രീഷ്യസ് ആയിരുന്നു, നിങ്ങളുടെ സ്നേഹം എത്ര ജെന്യൂൻ ആയിരുന്നൊക്കെ മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഇവരിപ്പോൾ ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നു. എന്തിനായിരുന്നു അന്ന് ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചെന്നുള്ള വിഷമത്തിൽ അവർ നിൽക്കുന്നു, ആ ഒരു കുറ്റബോധത്തിൽ. അപ്പം അവർക്കിപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നതെന്നൊരു ആലോചനയിൽ നിൽക്കുവാണ് അവർ. മജീഷ്യൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു വീക്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു മാജിക്കൽ കാര്യം നടക്കാൻ പോകുന്നുണ്ട്. നൈറ്റ് ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവരിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവർ നിങ്ങളിലേക്ക് വരാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ ഒരു ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനൊക്കെ മാറ്റി നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോടെല്ലാം സോറി പറഞ്ഞാലും നിങ്ങളുടെ ഈ ആയിട്ടുള്ള ഈ ഒരു റിലേഷൻ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ അവരുടെ മനസ്സിൽ. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര വിഷമിച്ച് മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മാറിക്കാണും. നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ജോലിയാണോ വീട്ടിലാണോ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ പോയപ്പോൾ തന്നെ അവർക്ക് ആ ഒരു എനർജി നഷ്ടപ്പെടും നിങ്ങളുടെ. അന്നേരമായിരിക്കും അവർ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് വരുന്നത്. അതുവരെ അവർ അവരുടെ ലോകത്തായിരുന്നു കാണും. ഇപ്പം നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവർ. നിങ്ങളെ എങ്ങനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ വരും എന്നൊക്കെയുള്ളൊരു ആലോചനയിലാണ് അവരിപ്പം. എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവർ ആ ഒരു ഇമോഷണൽ സ്റ്റേജിൽ നിന്നൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യണം. കാരണം അവർക്ക് ഇപ്പം ഭയങ്കര വിഷമം. സെവൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജി വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമവും ഒക്കെ അവർ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അവർക്ക് ഇതിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്.
അവർക്ക് നിങ്ങളെ കാണണം, നിങ്ങളോട് സംസാരിക്കണം, ആ ഒരു ചിന്തയിൽ മാത്രമാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. പിന്നെ 5 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നഷ്ടബോധമാണ് എല്ലാം. അവരുടെ ഉള്ളിൽ ഫുള്ള് വിഷമം, നഷ്ടബോധവും, എങ്ങനെ ഇത് തിരിച്ച് എടുക്കാം, നിങ്ങളുമായിട്ടുള്ള ആ റിലേഷൻ എങ്ങനെ റീയൂണിയൻ ആക്കാം എന്നുള്ളൊരു ചിന്തയിൽ മാത്രം ഇരിക്കുകയാണ്. ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നേക്കുന്നത്. പിന്നെ അടുത്തത് അത് നിങ്ങൾ എത്ര മെച്യൂർഡായ ആളായിരുന്നൊക്കെ അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തെങ്കിൽ അവരറിയുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവർ കാണിച്ചതൊക്കെ തെറ്റായി പോയല്ലോ എന്നുള്ള കുറ്റബോധത്തിൽ അവരിയ്ക്കുകയാണ്. പിന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഭയങ്കര അഭിമാനവും സന്തോഷവും സ്നേഹവും ഒക്കെയാണ്. ഇപ്പം നിങ്ങളെ എല്ലാവർക്കും നല്ല ഹീൽ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ഇവരെ അറിയുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. അങ്ങനെ നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ബഹുമാനത്തോടെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഇവർ നിങ്ങൾ കൂടെ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് എത്ര പോസിറ്റീവ് എനർജി ആയിരുന്നു. ഇപ്പം നിങ്ങളെ നഷ്ടപ്പെട്ടപ്പോഴാണ് അവർക്ക് അതിൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ നഷ്ടപ്പെടുമ്പോൾ മനസ്സിലായി. നിങ്ങളുള്ളപ്പോഴാണ് അവർക്ക് ആ പോസിറ്റീവ് എനർജി, നിങ്ങളില്ലാത്തപ്പോൾ അതൊന്നും അവരുടെ കൂടി ഇല്ല ഇപ്പോൾ അവർക്ക് മനസ്സിലായി തുടങ്ങിയ ക്യൂൻ ഓഫ് കപ്സ് ഒക്കെ വന്നിരിക്കുന്നത്. അത്രമാത്രം ഫാമിലിക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെ നിങ്ങൾ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണെന്ന് അവർക്കിപ്പോൾ മനസ്സിലായി. നേരത്തെ അവർ വിചാരിച്ചത് അവരുടെ ലൈഫിൽ ഒരു വ്യക്തി അത്രയേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ ഭയങ്കര ഒരു പ്രാധാന്യമാണ്. നിങ്ങളോളം അവർക്ക് വേറെ ആരുമില്ല. അതിന് നിങ്ങൾക്ക് പകരം വെക്കാൻ അവരുടെ ജീവിതത്തിൽ വേറെ ആരുമില്ല, വേറെ ഒരു കാര്യങ്ങളും ഇല്ല. നിങ്ങളാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുത്തേക്കുന്നത്, നിങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുത്തേക്കുന്നത്. ദ മൂൺ വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ നല്ല വിഷമത്തിലിരിക്കുന്നുണ്ട്. അപ്പം അവരുടെ ഇൻഡ്യൂഷനൊക്കെ അവർ ഓരോന്നും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അവരിപ്പോൾ സ്പിരിച്വൽ പാത്തിലാണെന്നും അവരുടെ ഇന്നർ ഇൻഡ്യൂഷനൊക്കെ മനസ്സിലാക്കുമ്പോൾ അവർക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുവരുന്നൊക്കെ അവർക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. പിന്നെ അവരുടെ കുഞ്ഞിലെ ഉള്ള കാര്യങ്ങൾ, വിഷമങ്ങൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ ഹീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 10 ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവർ ഇതെല്ലാം ഒന്ന് ഇറക്കി വെക്കുവാണ്. അവരുടെ ഇപ്പോൾ അവർക്ക് താങ്ങാൻ വയ്യാത്തത്ര പെയിൻഫുള്ളും ജോലിയിലാണെങ്കിൽ ജോലിഭാരവും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അവരൊന്ന് അവസാനിപ്പിച്ചിട്ട് 3 ഓഫ് സോൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം അത്രമാത്രം പെയിൻഫുള്ളാണ് ഇപ്പോൾ അവരുടെ സിറ്റുവേഷന്. നിങ്ങളുടെ നഷ്ടത്തിൽ മാത്രം വിഷമിച്ച് ഇരിക്കുകയാണ് അവർ. അപ്പം ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് അവർ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി അവർ ഈ ഒരു റിലേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നുണ്ട്. 1 നമ്പറിന് സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ച് ഇപ്പം നിങ്ങളോട് ഇനി എങ്ങനെ പെരുമാറണം, നിങ്ങളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കും, ഇതൊക്കെ അവർക്ക് കുറേ ഗൈഡൻസും ഒക്കെ കിട്ടി. ഇനി ഈ കാണിച്ച തെറ്റുകളൊന്നും ഒരിക്കലും നിങ്ങളുടെ അടുത്ത് ഇനിയും കാണിക്കത്തില്ല എന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ച് എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. നിങ്ങളെ അത്രമാത്രം അവർക്കിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട് ഈ ഒരു വീക്കിൽ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ റെസിഡൻ്റ് ആണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഇന്നെന്താ ഞായറാഴ്ചയല്ലേ, അടുത്ത ഞായറാഴ്ചയ്ക്ക് നിങ്ങളുടെ റിലേഷൻ എന്തെങ്കിലും ബ്രേക്കപ്പ് ആയിട്ടുള്ളവർക്കിൽ ഡിസ്കോണ്ടാക്റ്റ് ഒക്കെ ഉള്ളവർക്ക് അതിലെല്ലാം ചേഞ്ചായിട്ട് ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. കാരണം അത്രമാത്രം അവരുടെ പെയിൻഫുള്ളാണ് അവരുടെ സിറ്റുവേഷന്. അവർക്ക് സഹിക്കാൻ പറ്റാത്തത്ര വിഷമത്തിലാണ് നിങ്ങളുടെ നഷ്ടം. അപ്പം അവർക്ക് ഇത് റീയൂണിയൻ ആവണം, നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളെ കാണണം, സംസാരിക്കണം എന്നുള്ള ഒറ്റ മനസ്സോടെ നിൽക്കുവാണ്. നിങ്ങൾക്കും വിഷമമൊക്കെ കാണും. പക്ഷെ നിങ്ങൾ ആ ഒരു വിഷമത്തിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങളുടേതായ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴായിരിക്കും ഇവർക്ക് ആ ഒരു ഫീല് മനസ്സിലായി തുടങ്ങിയത്. അങ്ങനെ ആയിരിക്കും അവരിപ്പം നിങ്ങളിലേക്ക് വരാൻ ഇത്രയും കിടന്ന് വിഷമിക്കുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തുനിന്ന് എത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയിലാണ് അവർ. അപ്പോൾ ഇതാണ് ഈ ഒരാഴ്ച നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.